ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മുഖം കാണിച്ചൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. കാരണം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഹോസ്പിറ്റലിൽ പോകണം. കൂടെ വരുന്നവർക്ക് നോമ്പാണ്, എനിക്ക് നോമ്പില്ല. എനിക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ട്. അപ്പം നോമ്പും ഹോസ്പിറ്റലിൽ പോക്കും ഒക്കെയുള്ള കാഴ്ച കാണാം. അപ്പം ഞാനിപ്പം എഴുന്നേറ്റിട്ട് കുറച്ചായുള്ളൂ. പിന്നെ ഇപ്പം റെഡി ആവണം, ഫ്രഷ് ആകണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം അതൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാണ്. അപ്പം നമുക്ക് ഫ്രഷായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അത് ഇവരെ കുറച്ച് എന്താ പറയുക കളിക്കുന്നൊക്കെ കണ്ടു. കാരണം അമ്മേൻ്റെ വാല് പിടിച്ച് മോൻ കളിക്കുന്നതാണ് നല്ല രസമാണ്. കാരണം എന്നിട്ട് അമ്മേൻ്റെ അടിയും വാങ്ങിച്ചുകൊണ്ട് മോള് പോവും. അത് മോനാണെന്നാണ് ഞങ്ങൾ ഇത്ര നാളും വിചാരിച്ചത്, പക്ഷേ അത് മോളാണ്. പിന്നെ അവിടെ കിടക്കുന്നുണ്ടോ, അത് വേറെ അമ്മേൻ്റെ ആങ്ങളെയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇത് രണ്ടുപേരും കണ്ട് എന്നെ കൂട്ടാതെ പോണത്. ആരെ കാണിക്കാൻ പോണം, എന്നെ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെയിലത്ത് നടന്നു. ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. അങ്ങോട്ട് ഭയങ്കര വെയിലാണ്. ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ, ഞാൻ ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ പിന്നെ ആ ക്യാമറ കണ്ടാൽ പിന്നെ ആ പരിസരത്തേക്ക് നോക്കത്തില്ല, കണ്ട ഭയങ്കര വെയിൽ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടും ഒരു കുറച്ച് സമയത്ത് പക്ക പോസ്റ്റായിരുന്നു. കാരണം ഇക്കൊന്ന് റിസൾട്ടൊക്കെ എടുക്കാൻ പോകേണ്ട കാരണം നല്ലോണം പോസ്റ്റായി. അത് വെയിലത്തായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. പിന്നെ ഞാനും ഉമ്മയും പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു. കണ്ടപ്പോൾ ആ ഉമ്മയും നോമ്പൊക്കെ പിടിച്ച് പോസ്റ്റായിട്ടൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ ഇക്കോ വന്നു, എന്താ പറയുക, റിസൾട്ടൊക്കെ കിട്ടി. ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഞാനും ഉമ്മയും ഇരിക്കുക. കണ്ട ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു. പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നോമ്പിന് വേണ്ടിയുള്ളതൊക്കെ ഒരുക്കാം. കമോൺ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മച്ചി. ഉമ്മച്ചി നല്ലോണം നോമ്പൊക്കെ പിടിച്ച് ക്ഷീണമാക്കി തലവേദനയായിട്ടിരിക്കുക. അപ്പം നമുക്കിത് നോമ്പിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. എന്നാണ് ഞങ്ങൾ അടുക്കള എന്നിട്ട് ആരും ഒന്നും പറയരുത്. ഇത്രയൊക്കെ വൃത്തിയൊക്കെ ഉള്ളൂ, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നടത്തും, അല്ലേ അമ്മേ? അതെ. മുട്ട ബജിക്കുള്ള ഇത് തയ്യാറാക്കുക, എന്തുവാ സവോള ഉള്ളിയൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള പച്ചമുളകും മുട്ടയും ഒക്കെ വാങ്ങിക്കാൻ ആൾ കടയിൽ പോയിട്ടേ ഉള്ളൂ. മുട്ട കിട്ടിയാൽ മാത്രമേ ഇതിനു വേണ്ടി ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ അതിന് മുമ്പ് എല്ലാം അരിഞ്ഞു വെക്കുക. മുട്ട എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ ആകെ തകിടം മറിഞ്ഞ്. കാരണം ഞാൻ ഓർത്ത് മുട്ട വരുമ്പോൾ പെട്ടെന്ന് ബോയിൽ ചെയ്യാനിട്ടിട്ട് നമുക്ക് ഈ മുട്ട ബജി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇൻസ്റ്റഗ്രാമിൽ കുറേ ട്രെൻഡിങ് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അതങ്ങോട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് മുട്ട ബജിക്കും മുട്ടക്കറിക്കുമുള്ള മുട്ട. പക്ഷേ മുട്ടയ്ക്ക് തിള പോലെ വന്നിട്ടില്ല. എന്നിട്ട് വേണം ബാക്കി പരിപാടി. അടച്ചു വെച്ചേക്കാം. ഇത് സൂചി കാച്ചാൻ. ഇത് സൂചി കാച്ചാനുള്ളതാണ്. ഓ ഗൈസ്, എൻ്റെ വീട്ടിൽ ആത്മാർത്ഥമായിട്ടിരുന്ന് റോസ് മിൽക്ക് അടിക്കും. നെയ്സ് വല്ലതും പറയാനുണ്ടോ? നെയ്സ് വല്ലതും പറയാനുണ്ടോ? ഇത് നോക്കൂല. എല്ലാരും ചോദിക്കും എന്താ എന്റെ കെട്ടിയ വീഡിയോയിൽ വരാത്ത. ഇതാണ് സംഭവം. കണ്ട, വീഡിയോ വരത്തില്ല. വീഡിയോ വരുന്ന ഇഷ്ടമല്ല. പറഞ്ഞേ ഫാൻസ് കൂടെ ഒന്ന് പെമ്പിള്ളേരാണോ? പെമ്പിള്ളേരാണോ ഫാൻസ്? കടിച്ചിട്ട് വരാം. അങ്ങനെ റോസ് മിൽക്ക് അതിദഗ്ധമായി അടിച്ചു. അപ്പം ഇത് സൂചി കാച്ചിയതിൽ ഒഴിക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് കോരി അതിൻ്റെ അകത്ത് ഇടുവാണ്. അങ്ങനെ അതൊക്കെ വറുത്ത് കോരി ഇപ്പം തന്നെ സൂചി കാച്ചിയത് റെഡിയായി. ഇത്തിരി മുന്തിരിങ്ങ കറിയിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും റെഡിയായി. അതിന് ഞാൻ മുട്ട ബജിക്ക് വേണ്ടി കയറി. ആദ്യം ചട്ടി വെച്ച് ആ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി വഴറ്റി അതിന് ശേഷം മഞ്ഞൾ പൊടി ഇട്ട് നല്ലോണം വഴറ്റി.
പിന്നെ ഗരം മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയിട്ടു. ഗരം മസാലപ്പൊടി ഇട്ടത് വീഡിയോയിൽ വന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഉപ്പിട്ടത് കൂടിപ്പോയി ചെറുതായിട്ട്, കാരണം ഉപ്പൊന്നും നോക്കാതെയായിരുന്നു ഇട്ടത്. പിന്നെ നല്ലോണം വഴറ്റിയെടുത്തു. നല്ലോണം ബ്രൗണിഷ് കളറാകണം കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു കാണാൻ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മുട്ടേൻ്റെ മഞ്ഞക്കരുമൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം പൊടിഞ്ഞ് ഒരു ബാറ്ററാകണം. അപ്പോൾ നല്ല ഭംഗി കാണാൻ. ഇങ്ങനെ പൊടിഞ്ഞ് നല്ല ബാറ്ററൊക്കെ ആയി. പിന്നെ ഇത് ബാറ്ററല്ലല്ലോ, മിക്സല്ലേ, മിക്സ് ആകണം. എന്തൊക്കെയൊക്കെ പറയുന്നു വിളിച്ചവനെ. അതിനുശേഷം നമ്മൾ ആ മിക്സ് എടുത്ത് മുട്ടേൻ്റെ ഇതിലേക്ക് വെക്കണം. ആ വെള്ള ഇതിലേക്ക് വെച്ച് ബാറ്ററി മുക്കി പൊരിക്കണം. ഇതായിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം സാഹസികമായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നത്, പക്ഷെ നല്ല രസം ഉള്ളത് കൊണ്ട് എല്ലാവരും കഴിച്ചത് കൊണ്ടും ഒരു കുഴപ്പവുമില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പാടായിരുന്നു, 2 മുട്ട പൊട്ടിപ്പോയി. അതായിരുന്നു ഏറ്റവും വലിയ പാട്. കണ്ടാ എൻ്റെ കലാവിരുത്, എനിക്ക് എന്നെ തന്നെ പോയിട്ട് ഞാൻ വേറെ നമ്മൾ മുട്ടയൊക്കെ ഫില്ല് ചെയ്തു. ഇനി ബാറ്ററി മുക്കി പൊരിക്കാം. പിന്നെ എണ്ണ ചൂടാക്കി ബാറ്ററി മുക്കി എണ്ണയിലേക്കിടുക. ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു, കടലമാവ് ഉപ്പും ഇട്ട്. അങ്ങനെ അത് മുക്കി എണ്ണയിലിടുക, കൈ പൊള്ളിക്കുക. അതൊക്കെയാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. മനസ്സിലായോ? നോമ്പ് തുറക്കാനുള്ള എല്ലാം റെഡിയാക്കി സെറ്റാക്കി. അപ്പം എന്തൊക്കെയാന്ന് കാണാം. മുളക് പൊടിയും സോസും, പേരയ്ക്ക, നട്ട്സ്, ഈ ഗ്ലാസ്സൊക്കെ, പിന്നെ കഞ്ഞിയും സൂചിയും റോസ് മിൽക്കൊക്കെ ഒഴിക്കാനുള്ള ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.